വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പോകുന്ന കുർത്തിയുടെ കട്ടിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ 3 പാനൽസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ സെൻറ്റർ പാനലിൽ നമ്മൾ പ്ലീറ്റ്സും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മിസ് ചെയ്യാണ്ട് ഈ ഒരു വീഡിയോ കാണുക. അത്രയും സിമ്പിളാണ് കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഇത് സിമ്പിളായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു പാറ്റേൺ ചെയ്തെടുക്കാനായിട്ട് ഞാൻ 2.5 മീറ്റർ ആണ് കേട്ടോ തുണി എടുത്തിരിക്കണേ. ഈ 2.5 മീറ്ററിൽ നിന്ന് ചെറിയ സ്ലീവൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഒരു 1/4 സ്ലീവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 3 മീറ്റർ എടുക്കണം കേട്ടോ. ഈ ഒരു ഇതിൽ 1/4 സ്ലീവൊക്കെ ചെയ്യുമ്പോൾ ചെറിയൊരു ജോയിൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്കിതിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം. ബാക്കിൽ നമ്മൾ സാധാ എ ലൈനാണ് കേട്ടോ ചെയ്യുന്നത്. ഫ്രണ്ടിലാണ് പാറ്റേണിൻ്റെ കട്ടിങ് ഒക്കെ വരുന്നത്. അപ്പോൾ ബാക്ക് പോർഷൻ നമുക്ക് എങ്ങനെയാണ് എ ലൈനായിട്ട് കട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം കേട്ടോ. ആദ്യം നമുക്ക് ബാക്ക് പോർഷൻ കട്ട് ചെയ്യാം കേട്ടോ. അതിനായിട്ട് ഞാൻ 47.5 ഇഞ്ച് ലെങ്ത്തിൽ ഞാൻ മെറ്റീരിയൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ട ലെങ്ത്ത് 46 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് ആഡ് ചെയ്തിട്ടാണ് 47.5 ഇഞ്ച് ഞാൻ ലെങ്ത്ത് എടുത്തിരിക്കണേ. 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ 1 ഇഞ്ച് അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ടും. അപ്പോൾ 47.5 ഇഞ്ച് ലെങ്ത്തിൽ ഞാൻ തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ തുണി ഹാഫായിട്ട് ഇതുപോലെ മടക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തുണി ഇവിടെ ഹാഫായിട്ട് മടക്കി ഇട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓപ്പൺ ആയിട്ട് വരുന്നത് ഈ ഒരു സൈഡിലാണ്. അതുപോലെ തന്നെ മടക്ക് വശം വരുന്നത് ഈ ഒരു സൈഡിലാണ് കേട്ടോ മടക്ക് ഭാഗം വരുന്നത്. 44 ഇഞ്ച് വീതിയുള്ള തുണിയാണ് ഈ ഒരു മോഡൽ ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കണേ. ഇനി നമുക്ക് ഇതിൽ എ ലൈനിന്റെ മെഷർമെന്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം. സാധാരണ നമ്മൾ എ ലൈനിൽ മെഷർമെന്റ്സ് കൊടുക്കില്ലേ, ആ ഒരു സെയിം മെഷർമെന്റ്സ് തന്നെയാണ് ഞാൻ ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ 6.5 ഇഞ്ചാണ് ഷോൾഡറിന്റെ മെഷർമെന്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ 6.5 ഇഞ്ച് ഇവിടെയാണ് വരുന്നത്, അതങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ അടിയിലേക്ക് നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്യാം. ആം ഹോളും സെയിം ഈ ഒരു 6.5 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു മുകൾ ഭാഗത്ത് ടേപ്പ് വെച്ചിട്ട് അടിയിലേക്ക് 6.5 ഇഞ്ച് ആം ഹോളിന്റെ ഇറക്കം മാർക്ക് ചെയ്തു. ഇനി ഈ 2 പോയിന്റും നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. അതിനായിട്ട് അടിവശത്തും 6.5 ഇഞ്ച് ഇല്ലേ നോക്കുക. ഇനി നമുക്ക് അതിനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു ആം ഹോൾ എൻഡ് ചെയ്ത ഭാഗത്ത് വേണം നമ്മുടെ ചെസ്റ്റിന്റെ മെഷർമെന്റ് മാർക്ക് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ചെസ്റ്റ് 36 ഇഞ്ചാണ്. നമ്മൾ ഈ ഒരു 36ന്റെ 4/1 കാണുക. അതിന്റെ കൂടെ 1/2 ഇഞ്ച് ലൂസ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ എനിക്ക് കിട്ടുന്ന മെഷർമെന്റ് 9.5 ഇഞ്ചാണ്. ആ ഒരു 9.5 ഇഞ്ച് നമ്മൾ ആം ഹോൾ എൻഡ് ചെയ്ത ആ ഒരു പോയിന്റിൽ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഇതിന്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് തയ്യൽ തുമ്പും ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 2 ഇഞ്ചാണ് കേട്ടോ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങളുടെ ഇഷ്ടത്തിന് തയ്യൽ തുമ്പ് കൂട്ടിയും കുറച്ചൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതിനെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു പോവാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേസ്റ്റിന്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനായിട്ട് ഈ ഒരു മുകൾ ഭാഗത്ത് ടേപ്പ് വയ്ക്കുക. നേരെ അടിയിലേക്ക് ഞാൻ 14 ഇഞ്ച് വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബോഡിയിൽ ഷേപ്പ് വരുന്ന ആ ഒരു ലെങ്ത് ആണ് കേട്ടോ ഇത്. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും ആഡ് ചെയ്തിട്ടാണ് 14 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിരിക്കണേ. ഇനി അവിടുത്തെ വണ്ണം നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബോഡിയിൽ നിന്ന് എടുത്ത മെഷർമെന്റ് 31 ഇഞ്ചാണ്. അതിൻ്റെ 4/1 പ്ലസ് 1/2 ഇഞ്ച് ലൂസ്. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് 8.25 ഇഞ്ചാണ് കേട്ടോ കിട്ടുക. ആ ഒരു 8.25 ഇഞ്ച് എവിടെയാണോ വരണേ അതങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വേസ്റ്റിൻ്റെ അവിടെ ഞാൻ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുന്നത്. ആ ഒരു 1.5 ഇഞ്ചും ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ഓൾമോസ്റ്റ് നമ്മുടെ ആ ഒരു സ്ലിറ്റ് ഓപ്പണിൻ്റെ ലെങ്ത് ആണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിനായിട്ട് ഈ ഒരു മുകൾ ഭാഗത്ത് ടേപ്പ് വെച്ച് നേരെ അടിയിലേക്ക് ഞാനൊരു 19 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എവിടെയാണ് 19 ഇഞ്ച് വരണേ അതങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇവിടുത്തെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ബോഡിയിൽ നിന്ന് എടുത്ത മെഷർമെന്റ് 39 ഇഞ്ചാണ്. ആ ഒരു 39ന്റെ 4/1 പ്ലസ് ഞാൻ ഇവിടെ 1/4 ഇഞ്ച് ലൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ വയറിൻ്റെ അവിടെ ടൈറ്റ് ആയിട്ട് ഇരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ എക്സ്ട്രാ ആയിട്ട് 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 10.5 ഇഞ്ചാണ് എനിക്ക് അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടണേ. ആ ഒരു 10.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. 10.5 ഇഞ്ച് ഇവിടെയാണ് വരുന്നത്, അതങ്ങ് മാർക്ക് ചെയ്തു. ഇനി
ഇനി ഇവിടെ ഞാൻ 1.5 ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1.5 ഇഞ്ച് ഇവിടെയാണ് വരുന്നത്, ഞാൻ അതങ്ങ് മാർക്ക് ചെയ്തു. ഇപ്പൊ നമ്മൾ ചെസ്റ്റിന്റെ മെഷർമെന്റ്, വേസ്റ്റ്, അതുപോലെ തന്നെ നമ്മുടെ സ്ലിറ്റ് ഓപ്പണിന്റെ മെഷർമെന്റ് ഒക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു 3 പോയിന്റും ജോയിൻ ചെയ്തങ്ങ് വരച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇത് നമ്മൾ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ആം ഹോൾ കർവ് വരച്ചു കൊടുക്കാം. അതിനായിട്ട് ഈ ഒരു കോർണറിൽ നിന്ന് ഞാൻ മുകളിലേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് എവിടെയാണ് 3 ഇഞ്ച്. ഇനി ഇവിടെ നിന്ന് മുതൽ ഇങ്ങോട്ട് നമുക്ക് കർവ് അങ്ങ് വരച്ചു കൊടുക്കാം. അങ്ങനെ ആം ഹോൾ കർവും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ എ ലൈനിനൊക്കെ മാർക്ക് ചെയ്യണ പോലെ തന്നെ ഒന്ന് ഡയഗണലായിട്ട് അറ്റം വരെ അങ്ങ് വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ ഈ ഒരു പോയിന്റിൽ നിന്ന് ഒന്ന് ചെരിച്ച് അറ്റം വരെ ഇതുപോലെ അങ്ങ് വരച്ചു പോയാൽ മതി. അപ്പൊ ഇതുപോലെ ഞാൻ ചെരിച്ച് അറ്റം വരെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു അടിവശത്തുനിന്ന് മുകളിലേക്കായിട്ട് ഞാനൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു അടിഭാഗത്ത് ടേപ്പ് വയ്ക്കുക. എന്നിട്ട് മുകളിലേക്ക് 3 ഇഞ്ച് എവിടെയാണോ വരുന്നത് അവിടെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ അത് എവിടെയാണ് 3 ഇഞ്ച് വരുന്നത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു അടിയിൽ നിന്ന് മുകളിലേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു അടിവശം നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് ഇതുപോലെ അങ്ങ് വരച്ചു കൊടുക്കുക കേട്ടോ. അടിഭാഗം ചിലപ്പോൾ ഇങ്ങനെ തൂങ്ങി നിൽക്കും, അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് കേട്ടോ അടിവശം നമ്മളൊന്ന് കർവ് ചെയ്ത് ഒന്ന് കയറ്റി കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു സൈഡ് ഭാഗം. അപ്പൊ ഇതോട് കൂടിയിട്ട് നമ്മുടെ ബാക്ക് പോർഷന്റെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഭംഗിയായിട്ട് ഈ വരച്ചേക്കടെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ യൂട്യൂബ് ചാനലിൽ മെമ്പർഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റേറ്റ് ആണ് കേട്ടോ. 59 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ മെമ്പർഷിപ്പ് എടുത്തവർക്കായിരിക്കും നമ്മുടെ സ്പെഷ്യൽ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ അവർക്കായിരിക്കും കേട്ടോ ആദ്യമായിട്ട് കാണാൻ പറ്റുക. അങ്ങനെ നമ്മൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ഒരു മടക്ക് വശത്തിന്റെ ഇപ്പുറത്തേക്കായിട്ട് ഞാനൊരു 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെയാണ് 4.5 ഇഞ്ച് വരുന്നത്, അതങ്ങ് മാർക്ക് ചെയ്തു. ഇനി ഒരു മിഡിലായിട്ടും ഒരു 4.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അങ്ങനെ അറ്റം വരെ 4.5 ഇഞ്ച് ഓരോരോ പോയിന്റ് കൊടുത്തിട്ട് നമുക്ക് അതിനൊന്ന് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പൊ നമ്മൾ ഇടവിട്ട് 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് പോയിട്ടുണ്ട്. ഇനി അതിനൊന്ന് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ 4.5 ഇഞ്ചില് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ അടി വരെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ലൈൻ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ടോപ്പിനെ ഇതുപോലെ അങ്ങ് മടക്കി കൊടുക്കാം കേട്ടോ. ഈ ഒരു ലൈൻ വെച്ചിട്ട് ഇതിനെ അങ്ങ് മടക്കുക. ഇപ്പൊ നമ്മൾ ഇതേ തുണി മടക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങ് ജസ്റ്റ് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാനുള്ള തുണി എടുക്കാം കേട്ടോ. അപ്പൊ ഇതങ്ങ് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഇവിടെ മെറ്റീരിയൽ ജസ്റ്റ് ഒന്ന് ഹാഫ് ആയിട്ട് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഓപ്പൺ വരുന്നത് ഈ ഒരു സൈഡിലാണ് കേട്ടോ. അപ്പൊ ഈ ഒരു സൈഡ് ഓപ്പൺ ആണ്. അതുപോലെ തന്നെ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് മടക്ക് വശമാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ കട്ട് ചെയ്യാൻ പോണ ലെങ്ത്തും നമ്മൾ ബാക്ക് പോർഷനിൽ എത്രയാണോ ലെങ്ത് എടുത്തത് ആ സെയിം 47.5 ഇഞ്ച് തന്നെയാണ് നമുക്ക് ലെങ്ത് വേണ്ടേ. ഇനിയിപ്പോ നമ്മൾ നേരത്തെ മടക്കി വെച്ചില്ലേ ബാക്ക് പോർഷൻ, ആ ഒരു മടക്കി വെച്ച ക്ലോത്ത് നമുക്ക് ഈ ഒരു ക്ലോത്തിന്റെ മുകൾ ഭാഗത്തേക്ക് വെച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ ഇതേ മടക്കി വെച്ചിരിക്കുന്ന ബാക്ക് പോർഷൻ കറക്റ്റ് ഈ ഒരു ഓപ്പൺ ഭാഗത്തേക്കാണ് വെച്ചു കൊടുക്കുന്നത്. ഈ ഒരു ഓപ്പൺ വരുന്ന സൈഡിലേക്കാണ് ഇത് വെച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഈ ഒരു തുണിയുടെ ഓപ്പൺ വരുന്ന സൈഡിലായിട്ട് നമ്മൾ ഈ ഒരു ബാക്ക് പോർഷൻ മടക്കി വെച്ച് കറക്റ്റ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് നമ്മുടെ സ്ലിറ്റ് ഓപ്പൺ മാർക്ക് ചെയ്ത പോയിന്റ് ആണ്. ആ ഒരു സ്ലിറ്റ് ഓപ്പൺ മാർക്ക് ചെയ്ത പോയിന്റിന്റെ അടിയിൽ ഫ്രണ്ട് പോർഷൻ ആയിട്ടുള്ള തുണി ഇതുപോലെ ഇല്ലേന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഇതിന്റെ താഴേക്ക് തുണി ഫ്രണ്ട് പോർഷനിലേക്കുള്ള തുണി ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ കറക്റ്റ് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ അടിവശത്തേക്ക് കാണിച്ചു തരാം കേട്ടോ ഇതെങ്ങനെയാന്നുള്ളത്.
നിങ്ങൾ അടിവശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ദേ ഇവിടെയും വരെ നമ്മുടെ ഫ്രണ്ട് പോർഷൻ ആയിട്ടുള്ള തുണിയുള്ളൂ. ഇത്രയും ഭാഗത്ത് തുണിയില്ല. അത് നിങ്ങൾ കാര്യമാക്കണ്ട കേട്ടോ. നമുക്ക് സ്റ്റിച്ച് ചെയ്യണ ടൈമിൽ റെഡിയാക്കി തയ്ക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ആകെ നോക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മൾ സ്ലിറ്റ് ഓപ്പൺ മാർക്ക് ചെയ്ത പോയിന്റ് ഇല്ലേ, അതിന്റെ അടിയിൽ നമ്മുടെ ഫ്രണ്ട് പോർഷനുള്ള തുണി വേണം. അതിന്റെ അടിയിലേക്ക് പോകും തോറും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇതെവിടെയൊന്നും തുണിയില്ല, അത് കുഴപ്പമില്ല. ഇനി നമുക്ക് കറക്റ്റായിട്ട് ഇതങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അടിവശവും അതുപോലെ തന്നെ ആം ഹോളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മളിതേ ഈ ഒരു സൈഡും അതുപോലെ തന്നെ ഷേപ്പൊക്കെ ട്രേസ് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ആം ഹോളിന്റെ കർവ് ട്രേസ് എടുക്കണം. അതിനായിട്ട് ഇതുപോലെ ഉന്തി നിൽക്കുന്നത് നമുക്ക് കറക്റ്റ് ഒന്ന് ബാക്കോട്ട് വെച്ചതിന് ശേഷം ആ ഒരു ആം ഹോളിന്റെ ഷേപ്പ് നമുക്ക് അങ്ങ് ട്രേസ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ ട്രേസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങ് മാറ്റി വയ്ക്കാം. അങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ ട്രേസ് എടുത്തിട്ടുണ്ട്. ഈ രണ്ടാമത്തെ ലൈൻ നോക്കണ്ട കേട്ടോ. ആദ്യം ട്രേസ് എടുത്തപ്പോൾ തെറ്റിയതാണ്. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ കറക്റ്റ് ആം ഹോൾ കർവ് ഒക്കെ. അപ്പം ഇതുപോലെ അറ്റം വരെ നമ്മൾ ട്രേസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അടിവശവും ഞാൻ കാണിക്കാം കേട്ടോ. അങ്ങനെ അടിവശം വരെ നമ്മൾ കറക്റ്റായിട്ട് ട്രേസ് എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ 3 പാനൽ വരും. അപ്പം 2 സൈഡിലേക്ക് കൊടുക്കാനുള്ള പാനലാണ് കേട്ടോ ഇത്. ഇതിൽ തന്നെ 2 പീസായിട്ടാണ് വരിക. 2 പീസ് ഉണ്ട് കേട്ടോ ഇതില്. അപ്പൊ പാനൽസ് ജോയിൻ ചെയ്യാനായിട്ട് തയ്യൽ തുമ്പ് വേണം. ആ ഒരു തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് നമ്മൾ ഈ ഒരു സൈഡിലായിട്ട് എക്സ്ട്രാ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ ഈ ഒരു സൈഡിൽ എക്സ്ട്രാ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം. അപ്പൊ എക്സ്ട്രാ ആയിട്ട് ഒരു 1/2 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അറ്റം വരെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പൊ സൈഡിലായിട്ട് നമ്മൾ എക്സ്ട്രാ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വേറെ എവിടെയും തയ്യൽ തുമ്പിന്റെ ആവശ്യമില്ല. ഈ ഒരു സൈഡിൽ മാത്രം മതി കേട്ടോ. ഇനി നമുക്ക് കറക്റ്റായിട്ട് ആ വരച്ചേക്കട തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തേക്കട തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഫ്രണ്ടിൽ ആം ഹോൾ മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു ഫ്രണ്ട് പോർഷനിലെ ആം ഹോളിൽ ഞാൻ ഇതുപോലെ ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പൊ ഇതുപോലെ കുഴിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വരച്ചേക്കട അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇതേ 2 സൈഡിലേക്കും കൊടുക്കാനുള്ള പാനൽസ് കിട്ടിട്ടോ. ഇതിൽ തന്നെ 2 പീസ് വരുന്നുണ്ട്. 2 പാനൽസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് സെന്റർ പോർഷൻ കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. നമ്മൾ സൈഡ് പാനൽസ് ഒക്കെ ഇപ്പൊ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് സെന്റർ പാനൽ കട്ട് ചെയ്യാം. അപ്പൊ ഈ ഒരു സെന്റർ പാനലിൽ തന്നെ 2 പീസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യണേ. യോക്ക് പോർഷൻ ഒന്ന്, അതിന്റെ അടിയിലേക്ക് പ്ലീറ്റ്സ്, ആ ഒരു രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു മുകൾ ഭാഗത്ത് യോക്ക് പോർഷൻ കട്ട് ചെയ്യണ എങ്ങനെയാന്ന് നോക്കാം. നമ്മൾ സൈഡ് പാനൽസ് കട്ട് ചെയ്തിട്ട് ബാക്കി വന്ന മെറ്റീരിയൽ ഇല്ലേ, അത് ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ഓപ്പൺ വരുന്നത് ഈ ഒരു സൈഡിലാണ്. ഇവിടെയാണ് ഓപ്പൺ വരുന്നത്. അതുപോലെ തന്നെ മടക്ക് വശം ഈ ഒരു സൈഡിലാണ് കേട്ടോ വരുന്നത്. എപ്പോഴും നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ പാറ്റേൺ കറക്റ്റ് അല്ലേ നോക്കണം കേട്ടോ. ഇനി അടുത്തതായിട്ട് ഇവിടേക്ക് ഞാനൊരു 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു 5 ഇഞ്ച് എങ്ങനെയാ വന്നേന്ന് പറഞ്ഞുതരാം. നമ്മൾ 4.5 ഇഞ്ചിലാണ് ബാക്ക് പോർഷനിൽ 4.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ തുണീനെ ഹാഫായിട്ട് മടക്കിയില്ലേ, ആ ഒരു 4.5 ഇഞ്ചിന്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് 1/2 ഇഞ്ചാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നേരെ അടിയിലേക്ക് യോക്ക് പോർഷന്റെ ലെങ്ത് എനിക്ക് വേണ്ടത് 9.25 ഇഞ്ചാണ്. അതിന്റെ കൂടെ യോക്ക് പോർഷൻ ജോയിൻ ചെയ്യാനായിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പും ആഡ് ചെയ്തിട്ട് 9.25 ഇഞ്ച് യോക്ക് പോർഷന്റെ ലെങ്ത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 9.25 ഇഞ്ച് ഇത് എവിടെയാണ് വരുന്നത്, അതങ്ങ് മാർക്ക് ചെയ്തു. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തായിട്ട് ഇതിനൊന്ന് ബോക്സ് ആയിട്ട് വരച്ചു കൊടുക്കാം. അതിനായിട്ട് അടിവശത്തും 5 ഇഞ്ച് മാർക്ക് ചെയ്യാം.
ഇവിടുന്ന് അടിയിലേക്ക് 9.25 മാർക്ക് ചെയ്തിട്ട് ഇതിനെ അങ്ങ് ബോക്സ് ആയിട്ട് വരച്ചു കൊടുക്കാം. അപ്പൊ ഇതുപോലെ ഞാൻ ബോക്സ് ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വരച്ചേക്കടെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ യോക്ക് പോർഷൻ ആയിട്ടുള്ള പാർട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് വരിക. അപ്പോൾ ഇതങ്ങ് മാറ്റി വയ്ക്കുക. ഇനി അടിയിലേക്ക് പ്ലീറ്റ്സിനായിട്ടുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് അടിയിലേക്കുള്ള പ്ലീറ്റ്സിനുള്ള തുണി കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ യോക്ക് പോർഷൻ കട്ട് ചെയ്തത്. അവിടെ നിന്ന് ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് ആ ഒരു പീസ് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയുള്ള മെഷർമെന്റ്സ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഫുൾ ലെങ്ത് 47.5 ഇഞ്ചാണ് എടുത്തത്. ആ ഒരു 47.5 ഇഞ്ചിൽ നിന്ന് 9.25 ഇഞ്ച് നമ്മൾ യോക്ക് പോർഷനുള്ള ലെങ്ത് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മൈനസ് ചെയ്തിട്ട് വേണം അടിയിലേക്ക് പ്ലീറ്റ്സിൻ്റെ ലെങ്ത് എത്ര എടുക്കണം എന്ന് അറിയാനായിട്ട്. അപ്പോൾ 47.5 ഇഞ്ച് മൈനസ് 9.25 ഇഞ്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് 38.25 ഇഞ്ചാണ് കിട്ടുക. അപ്പോൾ അതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് മുകൾ ഭാഗം ജോയിൻ ചെയ്യാനായിട്ട് 1/2 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ 38.25 ഇഞ്ചാണ് നമ്മൾ അടിയിലേക്ക് പ്ലീറ്റ്സിനായിട്ടുള്ള ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണേ. ഈ ഒരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണം കേട്ടോ. ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്ത് ടേപ്പ് വയ്ക്കുക. നേരെ അടിയിലേക്ക് പ്ലീറ്റ്സിനായിട്ടുള്ള ലെങ്ത്ത് 38.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 38.25 ഇഞ്ച് ഇവിടെയാണ് വരണേ. ഞാൻ അതിനെ അങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. വീതി എത്രയാണോ കിട്ടുന്നത് ആ ഒരു കംപ്ലീറ്റ് വീതി നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 13 ഇഞ്ച് നമുക്ക് ഇങ്ങോട്ട് വീതി കിട്ടുന്നുണ്ട്. ആ ഒരു 13 ഇഞ്ച് നമ്മൾ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനെ അങ്ങ് കട്ട് ചെയ്യാം. അപ്പോൾ ഇതങ്ങ് മാറ്റി വെച്ചേക്കാം. അടുത്ത് സ്ലീവ് അങ്ങ് കട്ട് ചെയ്യാം. ഇനി നമുക്ക് സ്ലീവ്സ് ചെയ്തെടുക്കാം. അതിനായിട്ട് ബാക്കി വന്ന ഫാബ്രിക് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2.5 മീറ്ററിൽ നിന്ന് അധികം തുണിയൊന്നും ബാലൻസ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല ലെങ്ത്തിലൊക്കെ തുണി വേണം, അതല്ല ജോയിൻറ്റ് കൊടുക്കാണ്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2.5 മീറ്റർ അല്ല അതിൽ കൂടുതൽ തുണി എടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് വേറെ പാറ്റേൺ ആയിരുന്നു പ്ലാൻ ചെയ്തത്. പെട്ടെന്നാണ് ഈ ഒരു പാറ്റേൺ വേണമെന്ന് പറഞ്ഞിട്ട് വന്നേ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എടുത്തതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലുള്ള തുണി വെച്ചിട്ട് ഞാൻ ഈ ഒരു പാറ്റേൺ കട്ട് ചെയ്ത് കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സ്ലീവ് ചെയ്യുമ്പോൾ ചെറിയ ജോയിൻറ്റ് വരും, മുകൾ വശത്ത് ജോയിൻറ്റ് വരും. അതുപോലെ തന്നെ ലെങ്ത്ത് കൂടുതൽ വേണമെങ്കിൽ അതുപോലെ എൻഡിലും ജോയിൻറ്റ് വരും കേട്ടോ. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ എനിക്ക് കുറച്ച് ലെങ്ത്തുള്ള സ്ലീവാണ് താല്പര്യം. അതുകൊണ്ട് തന്നെ 2 ജോയിൻറ്റ് കൊടുത്തിട്ടാണ് ഞാൻ സ്ലീവ്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ തുണി ഉണ്ടെങ്കിൽ തുണി സാധാ പോലെ സ്ലീവ്സിനായിട്ട് 4ആയിട്ട് മടക്കിയിടുക. ഞാനിപ്പോൾ ഇവിടെ 2 ഫാബ്രിക് ഇതുപോലെ എടുത്തിട്ടുണ്ട്. 2 ഫാബ്രിക്കാണ് കേട്ടോ. അതിന് ഇതുപോലെ ചേർത്ത് വെച്ചു. ഇനി ഇതിനെ ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുക്കുകയാണ്. അപ്പോൾ തുണി മടക്കിയത് കണ്ടു എന്ന് വിചാരിക്കണോ. മുകൾ വശത്ത് ജോയിൻറ്റ് വരും കേട്ടോ. അപ്പോൾ എക്സ്ട്രാ 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം അടിയിലേക്കുള്ള മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാനായിട്ട്. ഇവിടെ മടക്ക് വശമാണ്, മുകൾ വശം ഇവിടെ കംപ്ലീറ്റ് ഓപ്പൺ ആണ്, എൻഡും കംപ്ലീറ്റ് ഓപ്പൺ ആണ്. ആദ്യമേ തന്നെ ഞാൻ ഈ ഒരു മുകൾ ഭാഗത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുമ്പോൾ അവിടെ ജോയിൻ്റ് ഉള്ള കാര്യം നമ്മൾ വിട്ടുപോകും. ഈ ഒരു എൻഡ് നോക്കിയേ, 1 2 3 4. ഇവിടെ 4 പീസാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഈ ഒരു സ്ലീവിൻ്റെ ലെങ്ത്ത് കൂട്ടാനായിട്ട് ഞാൻ വേറെ ഒരു 4 പീസ് എക്സ്ട്രാ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ 4 പീസ് 1 2 3 4 പീസ് ഫാബ്രിക് എടുത്തിട്ടുണ്ട്. ഇവിടെയും ജോയിൻറ്റ് വരും കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല. ആ ജോയിൻറ്റിൻ്റെ അവിടെ ഈ ഒരു എൻഡിലായിട്ട് പൈപ്പിംഗ് കൊടുത്തു കഴിഞ്ഞാൽ വൃത്തികേടൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ജോയിൻറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. 1/2 ഇഞ്ച് കയറ്റിയിട്ട് ഈ ഒരു ഫാബ്രിക് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/2 ഇഞ്ച് കയറ്റിയിട്ട് വെച്ചേരെ. ഈ ഒരു മുകൾ വശത്തും ഞാൻ ഈ ഒരു തയ്യൽ തുമ്പൊന്ന് നീട്ടി വരയ്ക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു എൻഡിലായിട്ട് ചെറിയൊരു മാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് വരയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഈ ഒരു പോയിന്റിൽ ടേപ്പ് വെച്ചിട്ട് ഞാൻ സ്ലീവിൻ്റെ ലെങ്ത്ത് 15.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. 15.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തു. ഇനി നേരെ അടിയിലേക്ക് ഞാൻ 8 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് എവിടെയാണ് 8 ഇഞ്ച് വരുന്നത് അതങ്ങ് മാർക്ക് ചെയ്തു. ഇനി നമ്മുടെ സാധാരണ സ്ലീവിൻ്റെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ടേപ്പ് വെച്ച് നേരെ 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എവിടെയാണ് 3 ഇഞ്ച് വരുന്നത് അതങ്ങ് മാർക്ക് ചെയ്തു. ഇനി അതിനങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാം. ഇനി ഈ ഒരു പോയിന്റും കണക്ട് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ സ്ലീവിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു 8 ഇഞ്ച് എങ്ങനെയാണ് എടുത്തത്, ഇങ്ങോട്ടുള്ള 3 ഇഞ്ച് എങ്ങനെ എടുക്കണേന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അറിയാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇതിലത് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് ആവും. ഇനി ഈ ഒരു ലെങ്ത് എത്രയാണെന്ന് ടേപ്പിന് അളന്ന് നോക്കുക. ഇനി കറക്റ്റ് ആ ഒരു ലെങ്ത്തിൻ്റെ പകുതി കണ്ടിട്ട് ഇത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ടേപ്പ് ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കിയാൽ മതി. അപ്പം ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പ് കർവ് വരയ്ക്കാനായിട്ട് എളുപ്പമുണ്ടാവും. ഇനി ഈ ഒരു പോയിന്റിൻ്റെ മുകൾ ഭാഗത്തേക്ക് കർവ് നമുക്ക് പുറത്തേക്ക് ആക്കിയിട്ട് വരച്ചു കൊടുക്കാം. കർവ് പുറത്തേക്ക് വരച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു പോയിന്റിൻ്റെ അടിയിലേക്ക് കർവ് ഞാൻ ഉള്ളിലേക്കാണ് മാർക്ക് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു കർവ് സ്ലീവിൻ്റെ ആ ഒരു കർവ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടിയിലേക്കുള്ള തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ 2 ഇഞ്ച് തയ്യൽ തുമ്പ് അടിയിലേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. ബോഡി പോർഷനിൽ 2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തത്. സെയിം 2 ഇഞ്ച് സ്ലീവിലും മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ കൈയുടെ കുറച്ച് വണ്ണം വരുന്ന ഭാഗം ഉണ്ടല്ലോ, 4.5 ഇഞ്ചിലാണ് അത് വരണേ. ആ ഒരു ലെങ്ത്ത് ഞാൻ മാർക്ക് ചെയ്തു. അവിടുത്തെ വണ്ണവും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ 6.5 ഇഞ്ചാണ് വരണേ. ആ ഒരു 6.5 ഇഞ്ച് നേരെ അടിയിലേക്ക് മാർക്ക് ചെയ്യാം. ഇവിടെയാണ് 6.5 ഇഞ്ച് വരണേ, അത് മാർക്ക് ചെയ്തു. അവിടെ തയ്യൽ തുമ്പും 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 ഇഞ്ചുകളും നമുക്കൊന്ന് കണക്ട് ചെയ്ത് വരയ്ക്കാം. തയ്യൽ തുമ്പുകൾ ഇതുപോലെ കണക്ട് ചെയ്ത് മാർക്ക് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ എൽബോന്റെ ലെങ്ത് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. മുകൾ ഭാഗത്ത് ടേപ്പ് വെച്ചിട്ട് നേരെ 12.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. എൽബോന്റെ ലെങ്ത് 12.5 വരണേ. ആ ഒരു 12.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ ഞാൻ 6 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. എൽബോന്റെ അവിടെ 6 ഇഞ്ച് മാർക്ക് ചെയ്തു. അവിടെ ഞാൻ തയ്യൽ തുമ്പ് 1.25 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. ആ ഒരു 1.25 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് സ്ലീവ് ഓപ്പണിൻ്റെ അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ലീവ് ഓപ്പണിൻ്റെ അവിടെ ഞാൻ 5 ഇഞ്ചും 1 പോയിന്റും ആണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. 5 ഇഞ്ച് 1 പോയിന്റ് മാർക്ക് ചെയ്തു. അവിടെ തയ്യൽ തുമ്പ് 1 ഇഞ്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആ ഒരു 1 ഇഞ്ചും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യൽ തുമ്പുകൾ കണക്ട് ചെയ്തങ്ങ് വരച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ സ്ലീവ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വരച്ചേക്കടെ തന്നെ കട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു സെൻറ്റർ പോർഷനിൽ ജോയിൻറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് അത് വൃത്തികേടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു പൈപ്പിംഗ് ഒക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ പുതിയൊരു പാറ്റേണും കിട്ടും. പിന്നെ ഇവിടുത്തെ ഒരു ജോയിൻറ്റ് അറിയൊന്നുമില്ല അങ്ങനെ. പക്ഷെ ഭംഗിയായിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ മെറ്റീരിയൽ എടുത്ത് ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മളിതേ സ്ലീവ്സും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയൊരു ജോയിൻറ്റ് വരുമെന്നേ ഉള്ളൂ, എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം നിവർത്തിയിട്ട് കഴിയുമ്പോൾ സ്ലീവ്സ് ഇതേ ഇതുപോലെയാണ് വരിക. ഇവിടെ ഒരു ജോയിൻറ്റ് വരും, അതുപോലെ തന്നെ സെൻറ്ററിലും ഒരു ജോയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സ്ലീവ് ഭംഗിയായിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ടിൽ സ്ലീവ് ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് 2 സ്ലീവിൻ്റെയും നല്ല വശങ്ങൾ ഞാൻ ചേർത്ത് വെച്ചു. 2 സ്ലീവിൻ്റെയും നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന പോലെ വെക്കുക. ഇനി ചെറുതായിട്ടൊന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ കട്ടിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഈ ഒരു പാറ്റേണിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക, എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ ക്ലിയർ ആക്കാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.